അങ്ങനെ വന്നു 42ാമത്തെ തലമുറയാകുമ്പോൾ പുത്രനെ ഞാൻ പുറത്തു കൊണ്ടുവരും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഒരു എപ്പിസോഡും കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സാധിപ്പിച്ചല്ലോ. നിങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിടുതലുകൾക്കും ആനന്ദത്തിനുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര മിറക്കിളായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടു കൂടി നമുക്ക് തിരുവെഴുത്തുകൾ ശ്രദ്ധിക്കാം. എൻ്റെ കേൾവിക്കാരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് ഇതുവരെ ചെയ്യാൻ പറ്റാത്തതായ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് പകൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ആമേൻ. കൃപാവരങ്ങളുടെ പഠനത്തിന് ശേഷം പ്രധാനപ്പെട്ട 9 കൃപാവരങ്ങൾക്ക് ശേഷം വന്ന കൃപാവരവ സഹായിക്കാനുള്ള വരം, പരിപാലന വരം, കഷ്ടം സഹിക്കാനുള്ള വരം, ഇങ്ങനെ തുടങ്ങുന്ന വരങ്ങൾ ഉൾപ്പെടെ 13 കൃപാവരങ്ങളുണ്ട് പുതിയ നിയമത്തിനകത്ത്. അപ്പോൾ ഈ 9 കൃപാവരങ്ങളുടെ പഠനത്തിന് ശേഷമായി പൗലോസ് ഉദ്ധരിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ഭാഗമാണ് 13ാമത്തെ അധ്യായം. അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കൃപാവരങ്ങളുടെ പഠനം കൊണ്ട് നിർത്തിയിട്ട് അവരോട് പറയുകയാണ്, ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു പറ്റിയാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം കൃപാവരങ്ങൾക്കൊരു കുറവുമില്ല. എല്ലാവർക്കും കൃപാവരമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠകരമായിരിക്കുന്ന വരം നിറഞ്ഞു നിൽക്കുന്ന സഭയ്ക്കകത്തെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹത്തിൻ്റെ ഈ സബ്ജക്റ്റ് തന്നെ അങ്ങോട്ട് അവതരിപ്പിച്ച് വരുമ്പോഴത്തേക്കിന് പറയാം, ഞാൻ മനുഷ്യരോടോ ദൂതന്മാരോടോ സംസാരിച്ചാലും, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, സത്യത്തിൽ മനുഷ്യരോടും ദൂതന്മാരോടും സംസാരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രവാചകനല്ല, അത് ഭയങ്കര വീര്യപ്രവർത്തിക്കാരനല്ല. മനുഷ്യരോടും ദൂതന്മാരോടും സംസാരിക്കുന്നത് സത്യത്തിൽ പ്രസംഗകര അഥവാ പ്രഭാഷകരാണ്. പ്രഭാഷകരായിരിക്കുന്ന ആളുകളെ ചൂണ്ടിക്കൊണ്ട് പറയുക, ദൈവവചനം പ്രസംഗിക്കുന്ന ആളുകളെ ചൂണ്ടിക്കൊണ്ട് പറയുക, നിങ്ങളുടെ പ്രസംഗം മനുഷ്യരോടും ദൂതന്മാരോടുവാ. മനുഷ്യരോടും ദൂതന്മാരോടും നിങ്ങൾ പ്രസംഗിക്കുന്നവരാ. അങ്ങനെ പ്രസംഗിക്കുന്നവരാണെങ്കിലോ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രസംഗിക്കുന്ന സകല ആളുകളോടുമുള്ള പൗലോസ്ലീഹായുടെ ശക്തമായിരിക്കുന്ന ഒരു ദൂത പറയുന്നത്, സ്റ്റേജ് പ്ലാറ്റ്ഫോം കിട്ടിയാൽ നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റിയേക്കാം. പ്ലാറ്റ്ഫോം കിട്ടിയാൽ നിങ്ങൾക്കൊരു മണിക്കൂർ നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെട്ട ദൈവവചനം നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റിയേക്കാം, ദൂതന്മാരോട് കൽപ്പിക്കാൻ പറ്റിയേക്കാം, സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പറ്റിയേക്കാം, ശരിയായി ജീവിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റിയേക്കാം. അത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയേക്കാം. വിശുദ്ധിയുടെ അത്തുംഗ പദത്തിൽ നിങ്ങളുടെ പ്രസംഗം കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റിയേക്കാം. പക്ഷെ പ്രസംഗം കഴിഞ്ഞ് പ്ലാറ്റ്ഫോം വിട്ട് ഇറങ്ങുന്ന പ്രഭാഷകൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് സ്നേഹമുള്ളയാളായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ സഹോദരോ?
രഞ്ജിത്ത് പാസ്റ്റർ ഈ സ്റ്റേജിന്റെ അകത്ത് നിന്ന് തകർത്ത് തിമിർത്ത് പ്രസംഗിക്കുക, ജനമെല്ലാം കൈയടിച്ച് ശക്തിയോടെ ആരാധിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വാ തോരാതെ വണ്ണം ശക്തിയോടെ ഞാൻ പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഉടനെ ഒരുത്തന്റെ കോളറെ കയറി പിടിക്കുകയോ ഒരുത്തനെ ഉപദ്രവിക്കാൻ നോക്കുക, ഒരുത്തനെ അടിച്ചിരുത്താൻ വേണ്ടി രഹസ്യ അജണ്ട കൂടുകയോ ചെയ്താൽ പരിശുദ്ധാത്മാവ് എന്നോടും പറയുകയാ, നീ സ്നേഹത്തിലോട്ട് മടങ്ങി വരിക. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഇത് കൊരിന്ത്യ സഭയ്ക്കകത്തുണ്ടായിരുന്നതായ ഒരു പ്രത്യേക അനുഭവം. സ്റ്റേജ് കിട്ടിയാൽ എല്ലാവരും പ്രസംഗിക്കോ? സ്റ്റേജ് പ്രസംഗിക്കാൻ കഴിവുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്റ്റേജ് കിട്ടിയാൽ പ്രസംഗിക്കുന്ന സകല ശ്രോതാക്കളോടുമായിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ എന്നെ കേൾക്കുന്നത്, പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കുക. സ്റ്റേജിലുള്ള പെർഫോമൻസ് മാത്രമല്ല, നിന്നിൽ നിന്ന് പ്രസംഗത്തിന്റെ ചാതുരിതി അല്ല ജനം കൊതിക്കുന്നത്, നിന്റെ അകത്ത് നിന്ന് ദൈവസ്നേഹത്തിന്റെ ചാതുരിതിയാ ദൈവം കൊതിക്കുന്നത്. ശക്തമായിരിക്കുന്ന ഒരു പ്രഭാഷണം നടത്തിയെന്ന് ഞാൻ വിചാരിക്കുക, യേശു എല്ലാവരും അടുത്ത് വരുന്ന ആരെയും മാറ്റിക്കളയരുത്, ഒറ്റ കുഞ്ഞിനെ പോലും അകറ്റി നിർത്തരുത് എന്ന് ഭയങ്കര പ്രസംഗം നടത്തിയിട്ട് യേശു നിൽക്കുമ്പോഴേ ഒരു കുഷ്ഠരോഗി വന്നെന്ന് വിചാരിക്കുക. കുഷ്ഠരോഗി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് കൂടെ നിന്ന ശിഷ്യന്മാരെല്ലാം മാറുക. അവനെ കണ്ടിട്ട്, അവന്റെ പഴുത്ത വ്രണം കണ്ടിട്ട് എല്ലാവരും കൂടെ മാറിയപ്പോൾ യേശു എന്താ ചെയ്തെന്നറിയാമോ? കുറച്ചു മുമ്പ് എന്തു പ്രസംഗിച്ച് താൻ അവസാനിപ്പിച്ചോ അത് ചെയ്ത് കാണിക്കാൻ വേണ്ടി ആ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുകയാ. ആരെ അകറ്റി മാറ്റല്ലെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നിർത്തിയാൽ, ഒരു കുഷ്ഠരോഗിയെ കണ്ട് അകറ്റി മാറ്റിയാൽ ആ പ്രസംഗത്തിന് ദൈവം വിലയിടുന്നില്ല. ജയം വ്യാപരിക്കട്ടെ. ധാരാളം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഏകദേശം 16 വർഷത്തെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ശക്തിയോടെ പറയുന്നത്. വിശ്വസിക്കുന്നവരെ ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞോ, നിങ്ങൾക്ക് ദൈവവചനം പ്രസംഗിക്കാൻ എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ ഭയങ്കര നന്നായിട്ട് അത് പ്രസംഗിക്കുക. പക്ഷേ ദൈവസ്നേഹം പ്രസംഗിക്കുന്ന വേദികളിൽ മാത്രമാകരുത് അത് പ്രദർശിപ്പിക്കേണ്ടത്. പ്ലാറ്റ്ഫോമിലും പ്ലാറ്റ്ഫോമിന്റെ പുറത്തും സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രസംഗകനായി നിങ്ങൾ മാറുക. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റൂ? മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നയാളാ പ്രസംഗകൻ. മനുഷ്യരുടെയും ഭാഷ സംസാരിക്കും, ദൂതന്മാരുടെയും ഭാഷ സംസാരിക്കും. ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അന്യഭാഷയെ പറ്റിയാണോ പറയുന്നത് എന്ന് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം മനുഷ്യന്റെയും ദൂതന്റെയും ഭാഷ ഒരു ഭാഷയല്ലേ, തന്നെ അന്യഭാഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ മനുഷ്യരോടും ദൂതന്മാരോടും സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്ന ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നാമത്തെ കൃപാവരത്തോടുള്ള ബന്ധത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, എന്നാലും മനസ്സിലാകും. ഞാൻ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. റൈസ്തലോ, മുഴങ്ങുന്ന ചെമ്പെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ചെമ്പിനിട്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കണം. റൈസ്തലോ, എത്ര നേരം നിൽക്കും അതിന്റെ കമ്പനം? റൈസ്തലോ, ഒരു ഗ്ലാസ് എടുത്ത് നിലത്തോട്ട് ചുമ്മാ വീട്ടിൽ പോയിട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് നിലത്തോട്ട് ഇട്ട് നോക്കുക. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് അതിന്റെ സൗണ്ട് എല്ലാം അങ്ങ് നിൽക്കും. ഒരു അല്പം മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ്. ചെമ്പാണെങ്കിലും കൈത്താളമാണെങ്കിലും ഈ കീബോർഡ് ബ്രദർ കൈ എടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ടൊരു സംവിധാനം അതിൻ്റെ അകത്ത് കിടപ്പുണ്ടെങ്കിലും കൈ കൊണ്ട് മാനുവലായി ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ മാനുവൽ പരിപാടി നിൽക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ പരിപാടി തീർന്നു. അതായത് ക്ഷണ നേരത്തേക്ക് മാത്രമേ അതിന്റെ ശബ്ദത്തിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഇത് തന്നെയാ പറയുന്നത്. നീ മനുഷ്യന്റെയും ദൂതന്റെയും ഭാഷയെ സംസാരിച്ചിട്ടോ സ്നേഹമില്ലെങ്കിൽ ആ പ്രസംഗം ക്ഷണനേരത്തേക്ക് മാത്രം ജീവനുള്ളതാ. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അങ്ങനെ ആകരുതെന്ന പൗലോസ്ലീഹ ശക്തിയോടെ ദൈവസഭയെ ഉപദേശിക്കുന്നത്. ഞാനാണെങ്കിലും രഞ്ജിത്ത് പാസ്റ്റർ ആണെങ്കിലും അങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയാം, കുഞ്ഞെ നീ കണ്ടക്ഷോഭം ചെയ്തു, തൊണ്ട കീറി, വിയർത്തു, കുളിച്ചു, പ്രസംഗിച്ചു. പക്ഷേ അത് എന്റെ റിസൾട്ട് എന്താണെന്നറിയോ? വേദവസം പറയുന്നോണ്ട് പറയുകയാണ്, എന്റെ റിസൾട്ട് ചിലമ്പുന്ന കൈത്താളത്തിന് സമാനം, മുഴങ്ങുന്ന ചെമ്പിന് സമാനമായി മാറുക. അതുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. രാമൻ പറയാവോ? ജീസസ്. അടുത്ത വാക്യം വായിച്ചാട്ടെ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം നിർത്തിയത് വായിക്കണം. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. രണ്ടാമത്തെ വരത്തെ പറ്റി പറയുക, വരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വരം ആ പ്രവചനവരം.
ഈ വരം കാംക്ഷിക്കാൻ പൗലോസ്ലീഹ 14 അധ്യായത്തിൽ ഊന്നൽ കൊടുത്തു പറയുകയാ, പ്രവചനവരം നിങ്ങൾ കാംക്ഷിക്കണം. 9 വരങ്ങളെ പറ്റിയുള്ള പഠനത്തിന് ശേഷമായി പൗലോസ് ഉദ്ധരിക്കുക, വരങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗം പറയുന്നത്. പ്രവചനവരത്തിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? പ്രവചനവരം ഉള്ളയാൾക്ക് സകല മർമ്മങ്ങളും ഗ്രഹിക്കാൻ പറ്റും. പ്രവചനവരം നിങ്ങൾക്ക് കിട്ടുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ശക്തിയോടെ പ്രാർത്ഥിക്കണോ? പ്രവചനവരം ഒരാൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ലവര്. എല്ലാവർക്കും ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യം അവർക്ക് ഗ്രഹിക്കാൻ പറ്റും. വേറിട്ടൊരു ജ്ഞാനം പ്രവചനവരം എന്ന് പറയുന്ന ആ വരത്തിനകത്ത് അഡ്വാൻസ് ആയി കിട്ടുന്ന ഗിഫ്റ്റാണ്. പ്രവചനവരം ഉള്ളയാൾക്ക് സകല മർമ്മങ്ങളും ഗ്രഹിക്കാൻ പറ്റും. സഭയെപ്പറ്റി, ക്രിസ്തുവിനെ പറ്റി, സഭാ സംബന്ധമായ അനുഭവങ്ങളെ പറ്റി, ദൈവരാജ്യത്തെ പറ്റി ഇതുവരെ പലർക്കും വെളിപ്പെടാത്ത മർമ്മങ്ങള് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മാധ്യമം കൃപാവരമാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രവാചകന്റെ പ്രത്യേകതയും കൂടെ അവിടെ പറയുന്നത്, നിങ്ങൾക്ക് എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും ഗ്രഹിക്കാൻ പാകത്തിലുള്ള ഒരനുഭവവും സകല ജ്ഞാനവും ഉണ്ടായിട്ടും. അപ്പൊ പ്രവചനവരത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട സകല മർമ്മങ്ങളുടെ കവിഞ്ഞൊഴുക്കും സകല ജ്ഞാനത്തിന്റെ കവിഞ്ഞൊഴുക്കും വന്നിട്ട് നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്തത് പലതും നിനക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു. ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത് പലതും നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നു. ആർക്കും പിടിക്കാൻ പറ്റാത്തത് പലതും നിനക്ക് പിടിക്കാൻ പറ്റുന്നു. ആർക്കും മനസ്സിലാകാൻ പറ്റാത്തത് നിനക്ക് മനസ്സിലാകാൻ പറ്റുന്നു. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവമർമ്മങ്ങളെ പറ്റിയുള്ള അപഗ്രഥനം നിനക്ക് നന്നായിട്ട് കിട്ടുന്നു. പക്ഷെ അത് കിട്ടിയിട്ടോ സ്നേഹമില്ലെങ്കിൽ ഗുണമില്ലെന്നാ പറയുന്നത്. സന്തോഷമുള്ളെങ്കിൽ ഒരു ഹാലിയ പറഞ്ഞേ. ഇപ്പൊ പ്രവചനവരം നല്ലതാ, മർമ്മങ്ങളും ജ്ഞാനവും കിട്ടും ആ വരത്തിന്റെ അകത്ത്. പക്ഷെ സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹമില്ലാതെ പോകരുത്. ക്രൈസ്തലോ, 2 കാര്യത്തിൽ നിങ്ങൾ കടപ്പെട്ടവരാ. എന്തോന്നറിയോ? ഈ വരം എല്ലാം കിട്ടുന്നതിന് മൊത്തത്തിലുള്ള ആടാ പറയുന്നത് കേട്ടോ. 2 കാര്യത്തിൽ കടപ്പെട്ടു. 1, കൃപാവരം തന്നവനോട് കടപ്പെടണം. 2, എന്തിനാണ് ഈ കൃപാവരം തന്നത് എന്നതോർത്ത് കടപ്പെടണം. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഓരോ പ്രവചനം പറയുമ്പോഴും നീ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രവചനം നിന്റെ അതരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നീ ജനത്തോട് കടപ്പെട്ടിരിക്കുന്നു. 2 കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാ പ്രവചനവരത്തിന്റെ ശുശ്രൂഷ. ചിലര് ഒരാൾക്ക് വേണ്ടി പ്രവചനം പറഞ്ഞു, ദൈവം നിന്നെ അമേരിക്കയിൽ അയക്കാൻ പോവുക. പ്രവചിച്ചിട്ടിട്ട് അവൻ മറന്നുപോയാലും ഞാൻ പ്രവചിച്ചത് നിറവേറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഞാൻ വ്യാപരിക്കട്ടെ. അദ്ദേഹം ആ ചെറുപ്പക്കാരനോട് ആ ദൂത് പറഞ്ഞു വിട്ടു. ദൈവം നിന്നെ മാനിക്കാൻ പോവുക, ദൈവം നിന്നെ ഉയർത്താൻ പോവുക, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക എന്നൊക്കെ പ്രവചിച്ച് കഴിഞ്ഞ പ്രവാചകനായ ഞാൻ ദൂത് പറയുന്ന കർമ്മം മാത്രം നിറവേറ്റാനല്ല ദൈവം എനിക്ക് പ്രവചനം തന്നത്. പറഞ്ഞു വിട്ട കാര്യം അവന്റെ മേൽ വെളിപ്പെടാൻ ജാഗരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം എന്റെ അകത്ത് കയറണോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. സ്നേഹം ഉണ്ടെങ്കിലേ ആ ദൂത് അവന് വേണ്ടി നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. പൗലോസ് ശക്തിയോടെ പറയുന്നു, കൊരിന്ത്യ സഭയിൽ ഒത്തിരി പ്രവാചകന്മാരുണ്ട്, പക്ഷെ ഒരെണ്ണത്തിന് സ്നേഹമില്ല. ആമേൻ. ലോകത്തിലുള്ള സഭകൾ അങ്ങനെ ആകരുത്. യേശുക്രിസ്തുവിന്റെ ചുടുനിണത്തിനകത്ത് നിന്ന് കഠിന വേദനയ്ക്കകത്ത് നിന്ന് പുറത്തു വന്നത് ആ സഭ അങ്ങനെ ആകരുത്. ആ സഭയിൽ പ്രവചനവരം ചെയ്യുന്നവർ, പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ സ്നേഹമില്ലാതെ പോകരുത്. ആമേൻ. 3-ാമത്തെ ഭാഗം വായിച്ചേ ബ്രദറെ. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും. നോക്കിക്കേ, 3-ാമത്തെ ഭാഗമാ. 3-ാമത്തെ വരെ അതാ വിശ്വാസം. എങ്ങനെയാ? മലകളെ നീക്കാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും. ഇയാൾ വിശ്വസിച്ച മല വരെ എന്ത് ചെയ്യും? വിശ്വാസത്തിന്റെ അളവ് നൂല് നോക്കിയല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ ശക്തിയോടെ ഊന്നി പറയുക, നീ വിശ്വാസം ചെയ്യ, നീ തീ ഇറക്കുന്നവനായിരിക്കാം, നീ കൊടുങ്കാറ്റിനെ ഉണ്ടാക്കുന്നവനായിരിക്കാം, നീ ഇല്ലാത്തതിൽ നിന്ന് ഭയങ്കര കാര്യങ്ങൾ ഉളവാക്കുന്നവനായിരിക്കാം, എന്തു വേണേലും ചെയ്തോ, പക്ഷെ സ്നേഹം വേണം. ജയം വ്യാപരിക്കട്ടെ. എനിക്ക് അസാധാരണമായ വിശ്വാസമുണ്ട്. ലോക ചരിത്രത്തിൽ ആരും വിശ്വസിക്കാത്ത രീതി വിശ്വസിക്കുന്ന ആളാണ് ഞാനങ്ങ് പറയുന്ന ആളാണ്. ദൈവത്തിന് മഹത്വം. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വിശ്വാസമുള്ള ആളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങളെപ്പറ്റി വിശ്വാസമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും, നിങ്ങൾ കൽപ്പിച്ച അത്ഭുതം നടക്കും, നിങ്ങൾ പറഞ്ഞത് ദൈവം ചെയ്യൂ എന്നൊക്കെ നിങ്ങൾക്കും വിശ്വാസമുണ്ട്. ജീവിതം കൊണ്ട് നമ്മൾ വിശ്വാസം തെളിയിക്കുന്നവരാ. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, അതിനേക്കാളും ഞാൻ പ്രസാദിക്കുന്നത്, നീ വിശ്വസിച്ച് അത്ഭുതം ചെയ്യുമ്പോൾ പ്രസാദിക്കുന്നതിനേക്കാളും നിന്റെ അകത്ത് നിന്ന് സ്നേഹം വെളിപ്പെടുമ്പോ ഞാൻ പ്രസാദിക്കുകയാ.
Praise the Lord. നിന്റെ പ്രാർത്ഥന കൊണ്ട് മല മാറിയിട്ടുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. പക്ഷേ ഒരു കാര്യത്തിൽ മറന്നു പോകരുത്, സ്നേഹമില്ലാതെ പോകരുത്. Praise the Lord. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എങ്ങനെയാ വാസേ അതൊന്ന് റൈറ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യാഖ്യാനിക്കാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. എനിക്കിപ്പോൾ ഭയങ്കര വിശ്വാസമില്ല, എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ജെയിംസ് വാസ്റ്റർ ഭയങ്കര വിശ്വാസമാവും. ഞാനൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു സൗഖ്യം നടക്കുന്നില്ല. ജെയിംസ് വാസ്റ്റർ വന്ന് കൈ വെച്ചതേ ഉള്ളൂ, പനി വിട്ട് പോയി. ഇപ്പം ഞാൻ പാസ്റ്റർ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പനി 10 പ്രാർത്ഥന ഞാൻ 10 പ്രാവശ്യം കൽപ്പിച്ചിട്ടും ഭൂതം വാ തുറന്നില്ല. ഒരു ദേവദാസ് കൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് തുറന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. സ്വാഭാവികമായിട്ട് നമുക്കൊരു ഈർഷ്യ തോന്നാം, ഒരു പിണക്കം തോന്നാം. ദൈവം ഇത്രയും നേരം ഞാൻ കൽപ്പിച്ചിട്ട് ഒന്നും നടന്നില്ല, അയാൾ കൽപ്പിച്ചപ്പോൾ അത്ഭുതം നടന്നു. ഇവിടെ നോക്കിയേ, ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല, പാസ്റ്റർ വന്നിട്ട് ഒറ്റ കൈവെപ്പ് വെച്ചതേ ഉള്ളൂ, രോഗി സൗഖ്യമായി. Praise the Lord. രോഗി സൗഖ്യമായപ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് പാസ്റ്റർ ഇങ്ങനെ ചിന്തിക്കുക, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് കൈവച്ചിട്ട് ഒന്നും നടന്നില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നോ. അത്ഭുതം നടന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് 10 പേരോട് ചേർന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് പാസ്റ്ററുടെ ഹൃദയത്തിന്റെ അകത്തോ ഒരു ഇതുണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായാൽ അവിടെ സ്നേഹം തെറ്റുക. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. മലകളെ മാറ്റുന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിലൊന്നുമില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനം വരുന്നത് ആദ്യ ഘടകം സ്നേഹവാ. രാമൻ പറഞ്ഞേ, ജയം വ്യാപരിക്കട്ടെ. അതുകൊണ്ട് ഈ ചർച്ചിനകത്തിരിക്കുന്ന മുഴുവൻ ദൈവമക്കളുടെ നേരെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയിട്ട് ശക്തിയോടെ പറയുന്നു, ആരും പറയാത്തത് പറയാനും ആരും ചെയ്യാത്തത് ചെയ്യാനുമുള്ള ഒരു അഭിഷേകവും വിശ്വാസവും ദൈവം നിന്റെ അകത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ആ വിശ്വാസത്തിന്റെ അകത്ത് ദൈവസ്നേഹം ഫൗണ്ടേഷൻ ആയിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, നീ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും നടന്നില്ല, കളിയാക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ കൽപ്പിച്ചപ്പോഴത്തേക്കിന് രോഗി സൗഖ്യമായി, നീ പ്രാർത്ഥിച്ചിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയി, കളിയാക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് വാഹനം ഷാട്ടാക്കാത്ത വാഹനം ഷാട്ടായി, പക്ഷെ അയാൾ പ്രാർത്ഥിച്ചിട്ട് ഷാട്ടാക്കാത്ത വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, കളിയാക്കരുത്. നിനക്കുള്ള കൃപാവരത്തിന്റെ അകത്ത് നിന്ന് വേറൊരാളെ കളിയാക്കാൻ തുടങ്ങുമ്പോൾ എന്തോ നഷ്ടപ്പെടുന്നെന്നറിയോ? ദൈവസ്നേഹം നഷ്ടപ്പെടുകയാ. Praise the Lord. 4ാമത്തെ ഭാഗം വായിച്ചാട്ടെ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും. Praise the Lord. ദാനധർമ്മിഷ്ഠരായ ആളുകളുണ്ട്. ചില ആളുകളുടെ വിചാരം ദാനം ചെയ്താൽ സ്വർഗത്തിൽ പോകാന്നാ. ആമേൻ. ജയം വ്യാപരിക്കട്ടെ. അതുകൊണ്ട് ഉള്ളതെല്ലാം പെറുക്കി ദാനം കൊടുക്കൂ. ചില ആളുകൾ പറയുന്നത്, ചെയ്തു പോയ എല്ലാ കുറവുകളും എല്ലാ കുഴപ്പങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി, ദാനം കൊടുത്താൽ മതി, ദാനം ചെയ്താൽ മതി, ദാനം ചെയ്താൽ പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദാനം ഒരു കൃപാവരവാ, സഹായിക്കാനുള്ള വരവാണ്. സഹായിക്കാനുള്ള വരത്തെ പൗലോസ്ലീഹ ചേർത്ത് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്കുള്ളതെല്ലാം ദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാം ചിലർ ദാനം ചെയ്യും, എല്ലാം കൊടുക്കും, ഉള്ളതെല്ലാം പെറുക്കി കൊടുക്കും, കാശ് കൊടുക്കും, പണം കൊടുക്കും, സ്വർണം കൊടുക്കും, കയ്യിലിരിക്കുന്നത് എല്ലാം പെറുക്കി സഹായിക്കും. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. നീ ചെയ്തോ നല്ല കാര്യോ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. കരമുയർത്തി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. അടുത്ത ഭാഗം പിന്നെയും പറയുകയാണ്, വായിച്ചാട്ടെ. എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനം. എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ശരീരം ചുടുവാന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കാനുള്ള വരം. Praise the Lord. കഷ്ടം സഹിക്കാൻ ഒരു വരം ഉണ്ടെന്നാ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. കഷ്ടം സഹിക്കാനും കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കഷ്ടം സഹിക്കാനുള്ള വരം അക്ഷരികമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലോ എന്താ കുഴപ്പമെന്നറിയോ? എന്റെ ശരീരം ഞാൻ ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിലൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ സഭയോട് പറയുന്നു, ഒരുപാട് കഷ്ടം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സഹിക്കുന്നവരായിരിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കുക. യേശുവിന്റെ നാമം നിമിത്തം ആരും അനുഭവിച്ചിട്ടില്ലാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കുക. ശരീരം ചുടുവാൻ പാകത്തിലുള്ള കഷ്ടങ്ങളുടെ അകത്തൂടി ആയിരിക്കാം നിങ്ങൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ജയം വ്യാപരിക്കട്ടെ.
ചില ആളുകൾ പറയത്തില്ല, ഞാൻ അനുഭവിച്ച പോലെ കഷ്ടം ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ല, ഞാൻ കടന്നുപോയ സ്റ്റേജ് ഇതുവരെ ആരും കടന്നുപോയിട്ടില്ല, എന്നെ പോലെ പ്രയാസമുള്ള ഒരാളില്ല. നല്ല കാര്യം, സഭ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രശംസിക്കുന്നു. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, നിന്നേക്കാളും കഷ്ടത ഉള്ള ആളുകളില്ലാഞ്ഞിട്ടും കഷ്ടതയ്ക്കകത്ത് നിനക്ക് നിൽക്കാൻ പറ്റിയത് ദൈവസ്നേഹത്തിന്റെ കഴിവ് കൊണ്ടാണ്. അതുകൊണ്ട് ശരീരം ചുടുവാൻ ഏൽപ്പിക്കുന്നവര് സഭയ്ക്കകത്തുണ്ട്, അതിന് സന്നദ്ധരായ ആളുകൾ ആ ചർച്ചിനകത്ത് കൂടുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും ദൈവസ്നേഹമില്ല. എത്ര പേര് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്? ഇത് കൊരിന്ത്യ സഭയ്ക്കകത്ത് നടന്ന കാര്യമാ. കൈതട്ടാനും തുള്ളാനും നൃത്തം ചെയ്യാനും പാകത്തിലുള്ള ഒരു സന്ദേശമായിട്ട് എനിക്കിത് തോന്നുന്നില്ല. പക്ഷെ ഇത് ഗൗരവമായ ഒരു സബ്ജക്റ്റാ. കൃപാവരങ്ങൾ ധാരാളം കൈമുതലാക്കി കൈവച്ചിട്ടും സ്നേഹമില്ലാത്തൊരു തലമുറ എല്ലാ ആഴ്ചയിലും വന്ന് പ്രസംഗം കേൾക്കുന്നു, എല്ലാ ആഴ്ചയിലും വന്ന് കർത്തൃമേശ കൂടുന്നു, എല്ലാ ആഴ്ചയിലും വന്ന് സ്തോത്ര കാഴ്ച ഇടുന്നു, എല്ലാ ആഴ്ചയിലും വന്ന് കൂട്ടായ്മ കൂടി പോകുക. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് കൃപാവരങ്ങൾക്കകത്ത് സ്നേഹം വ്യാപരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേൽ പകർന്ന കൃപാവരം കൊണ്ട് ഗുണമില്ലാതെ പോകുകയാ. കൃപാവരങ്ങൾ എനിക്ക് നിങ്ങൾക്കും ദൈവം പകർന്നത്, കൃപാവരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നത് ഞാനും നിങ്ങൾ സഭയായതുകൊണ്ടാ. ഒന്നുകൂടി സ്തോത്രം പറയാവോ? സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സഭ അന്യോന്യം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ തിരിച്ചറിയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പറയുന്നു. കൊരിന്ത്യ പട്ടണത്തിൽ എഴുന്നേറ്റ പോലൊരു സഭ ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റിട്ടില്ല. കൊരിന്ത്യ പട്ടണത്തിൽ എഴുന്നേറ്റ പോലൊരു സഭ പൗലോസിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല. അത്രയും ശക്തമായി നിൽക്കുന്ന സഭയ്ക്കകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുമ്പോഴോ അതിനകത്ത് സ്നേഹമില്ലാത്തൊരു തലമുറ ആ സഭയുടെ ശാപമായി മാറിയതുപോലെ ഇന്ന് പകൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ ആത്മാവ് ശക്തിയോടെ മുന്നറിയിപ്പ് നൽകുകയാ. അത്ഭുതം നടന്നോട്ടെ, അടയാളം നടന്നോട്ടെ, വീര്യപ്രവൃത്തി നടന്നോട്ടെ, പക്ഷെ നിങ്ങളുടെ അകത്ത് നിന്ന് സ്നേഹം വറ്റിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായിട്ട് കർത്താവിനെ സേവിക്കാൻ വന്ന് നിൽക്കുന്ന ഒരാള് വർഷങ്ങളായിട്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു നന്മയില്ല, അയാൾക്ക് എടുത്തു കാണിക്കാൻ വാഹനമില്ല, അയാൾക്ക് എടുത്തു കാണിക്കാൻ നല്ല വീടില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി പലതും അനിശ്ചിതത്തിൽ നിൽക്കുക. കളിയാക്കാൻ പോകരുത്, വിരല് ചൂണ്ടരുത്. ദൈവം നിനക്ക് തന്ന കൃപാവരങ്ങൾ നീ വിശ്വസ്തനായതുകൊണ്ട് നിനക്ക് നന്മ കിട്ടി, ഉയർച്ച കിട്ടി, മാന്യത കിട്ടി. പക്ഷെ അങ്ങനെ ഉയർച്ച കിട്ടാത്ത ഒരാൾ കുഴപ്പക്കാരനും നീ നല്ലയാളുമായിട്ട് ചേർത്ത് ചിന്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അവനെയും കൂടെ നിനക്ക് ബഹുമാനിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ദൈവസ്നേഹത്തിന്റെ ശക്തി വെളിപ്പെട്ടേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്നെക്കാൾ ശക്തമായി ഇന്നയാൾ ഉപയോഗിക്കണോ, എന്നെക്കാൾ ശക്തമായി ഇന്നയാളെ പ്രയോജനപ്പെടുത്തണോ, ഞാൻ ഉപയോഗിക്കപ്പെടുന്ന അഭിഷേകത്തിന്റെ മറ്റൊരു ലെവലിൽ മറ്റൊരാളെയും കൂടെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരണമേ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധൻ നിനക്ക് നേരെ നോട്ട് ചെയ്തിട്ട് പറയുകയാ, കൃപാവരങ്ങളെ നിനക്കില്ലാതുള്ളൂ, പക്ഷെ കൃപാവരങ്ങളെക്കാളും വലിയ ഒന്ന് നിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ സ്നേഹമാ. അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറ. ഉപയോഗിക്കപ്പെടുന്നവനെതിരെ കുറ്റം പറയാതിരിക്കുന്നത് സ്നേഹമുള്ളവർക്ക് പറ്റത്തുള്ളൂ. രാമൻ പറ. നമ്മളിവിടെ അത് പറഞ്ഞു കഴിഞ്ഞതാ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാറി നിന്ന് ആത്മാർത്ഥമായിട്ട് സ്തോത്രം പറഞ്ഞോണോ. പ്രശംസിക്കാൻ കിട്ടുന്ന ഒറ്റ വാക്ക് പോലും വിട്ടുകളഞ്ഞേക്കരുത്. മനഃപൂർവ്വമായിട്ട് ആ വാക്ക് നിന്റെ വായിൽ നിന്ന് വീണ് ഒരു പ്രശംസാ വാക്കായിട്ട് അവരുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ അവർ ഒരിക്കലും താഴോട്ട് പോകത്തില്ല. അവർ പിന്നെയും പിന്നെയും കയറി വരാൻ തുടങ്ങും. ഹലോ, ജയം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയുകയാ, നമുക്ക് സ്നേഹമുണ്ടാകണം. എത്ര ആത്മാർത്ഥമായിട്ടത് ചെയ്യൂ. കൃപാവരങ്ങളുള്ളവർ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനത് പ്രദർശിപ്പിക്കും, ഞാനത് പ്രദർശിപ്പിക്കും. എനിക്കത് യേശു അത് പ്രദർശിപ്പിച്ചതാ ദൈവമക്കളെ. നല്ല ഇരിപ്പിടം ഉണ്ടായിട്ട് പാപിയുടെ വീട്ടിൽ പോയി ഇരിക്കുക. നല്ല ഇരിപ്പിടം ഉണ്ടായിട്ട് സക്കായിയുടെ വീട്ടില്, ചുങ്കക്കാരന്റെ വീട്ടില്, മറിയയുടെ മഗ്ദലനക്കാരി മറിയയുടെ വ്യഭിചാരികയായ മറിയയുടെ വീട്ടില്, 7 ഭൂതമുള്ളവരുടെ വീട്ടില്, നോക്കിയ ശമരിയക്കാരിയുടെ വീട്ടില് ഒക്കെ എന്തിനാ കർത്താവ് പോയിരിക്കുന്നത്? സ്നേഹമുള്ളതുകൊണ്ടാണ്. അടുത്ത വാക്കുകൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഓക്കെ മോനെ, അവിടെ വരെ മതി. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. ക്ഷമയുള്ളൊരു ഹാല്യ പറഞ്ഞേ പോരാ.
ശക്തിയോടെ ഹാല്യ പറയും, ക്ഷമയുള്ളൊരു ഹാല്യ പറഞ്ഞു. അമ്മേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പണ്ട് ആരോണ്ടോട് ചോദിച്ചു ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അയാൾ പറഞ്ഞു ക്ഷമയുണ്ട്. പിന്നെയും ചോദിച്ചു ക്ഷമയുണ്ടോ, അപ്പോൾ പറയൂ ക്ഷമയുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നല്ലേ, ഉണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്ഷമയുണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ ഈ പരീക്ഷിച്ചാലേ സത്യത്തിൽ ക്ഷമയുണ്ടോ എന്ന് സിറ്റുവേഷൻ വരണം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര കോപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷമയുടെ കൃപാവരമാണ്. ക്ഷമ വരണമെന്നുണ്ടെങ്കിൽ സ്നേഹം വന്നേ പറ്റൂ. ശക്തിയോടെ ഒരു ഹാല്യ പറഞ്ഞേ. പത്രോസ്ലീഹായുടെ കർത്താവ് പറഞ്ഞു 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. അപ്പൊ ഒരാൾ പറഞ്ഞു 490. 70 ഗുണം 7 ഈസ് ഈക്വൽ ടു 490. യേശു പറഞ്ഞു 490 പ്രാവശ്യം ക്ഷമിക്കണം. ഒരാൾ വ്യാഖ്യാനിച്ച അങ്ങനെയല്ല കേട്ടോ സ്തോത്രം. 70 ഗുണം 7 490 പ്രാവശ്യം ക്ഷമിക്കാനല്ല യേശു പറഞ്ഞത്. 70 വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രേസ് ആയിട്ട് കർത്താവ് പറഞ്ഞു വിട്ടതാ. അവസാനം വരെ ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഒത്തിരി ഫലകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ആധികാരികമായി നിങ്ങൾക്ക് അറിയാൻ കൊതിയുണ്ടെങ്കിൽ കോട്ടയത്തുള്ള ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക്, കോട്ടയം വ്യാപാരഭവൻ മാർക്കറ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 10 മണി വരെ ഞങ്ങളുടെ ആരാധനയുണ്ട്. നിങ്ങളെ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരിക, സംബന്ധിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അപ്പം തന്നെ നിങ്ങളുടെ ഏതെല്ലാം പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന മൊബൈൽ നമ്പറുകളിൽ, ഇമെയിൽ അഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.